ചാത്തമ്പറ്റത്ത് കേൾക്കുന്നില്ലല്ലോ. അയ്യോ മൈക്ക് ഓഫ് ആയിരുന്നു, സോറി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? പിന്നെന്താ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഒരു പാട്ട് പാടി തരുമോ? ഒരു പാട്ടോ? ഏത് പാട്ട് വേണം? ഇഷ്ടമുള്ള പാട്ട് മതിയോ? നൊസ്റ്റാൾജിയ അറിയാം? ഏതൊരു പഴയ നൊസ്റ്റാൾജിയ? ഞാനിപ്പോ പാട്ടുകൾ അധികം കേൾക്കാറില്ല. പണ്ടത്തെ പാട്ടുകളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പാടും, എനിക്കറിയാവുന്നതാണ്. ആരാധിക അറിയോ? മഞ്ഞൾ വീടും പതിയറികെ കാത്തു നിന്നും വീങ്ങു പോകിലും അകലേക്കുമായിലും ഈ ആശകതൻ മന്തോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എന്റെ നെഞ്ചാകെ നീയലേ, എന്റെ ഉന്മാദം നീയലേ, എന്നിലലിയാനുള്ളു നിറയെ ഒഴുകി ഒഴുകി ഞാൻ ഇന്നും ഇന്നും ഒരു പുഴയാണ് ആരാധികേ. ഞാന് ഇങ്ങനെ നല്ലതായിട്ട് പാടുന്നവർക്ക് ഒരു പൂക്കുറ്റി കൊടുക്കാം, ഞാൻ കൊടുത്തിട്ട് വരട്ടെ. ഇത് നമുക്ക് ഇവിടെ കാണത്തില്ല, ലൈവിലേ കാണത്തല്ലേ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ പോയി നോക്കിയാ മതി, കാണാം കേട്ടോ. ഓ ശരി ആയിക്കോട്ടെ. എന്നാ നാളെ വർക്കുണ്ടോ? ഞാൻ വീട്ടിൽ തന്നെയാ. നാളെ ഈ ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട്, അല്ലാതെ വേറെ പരിപാടി. എന്താ ഡ്യൂട്ടി? ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ്. കംപ്ലീറ്റ് റെസ്റ്റ്. അതെന്താ പറ്റി? ചുമ്മാ ചെറിയ അസുഖം പിടിച്ചു, അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായിട്ട് 5 വർഷമായിട്ട് വീട്ടിൽ തന്നെ. പെട്ടെന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാമേ. താങ്ക് യു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വേറെ എന്നാ വിശേഷമാ? ഇങ്ങനെ എല്ലാരും കണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്റെ ചേട്ടനെ കണ്ടിട്ടുണ്ടോ? എന്റെ ചേട്ടനെ കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല. എന്റെ ചേട്ടൻ ബാബു മോ, ഞാൻ വിളിക്കാമേ. ഞാൻ ബാബു. എനിക്ക് ഈ തമാശ ഒന്നും ഇഷ്ടമല്ല, ഞാൻ സീരിയസ് ആണ്. ഞാൻ സീരിയലാ. ആർക്കും എന്നെ അങ്ങോട്ട് പിടിക്കത്തുമില്ല, അതാണ് പ്രശ്നം. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. പിന്നെ പേരെന്തുവായിരുന്നു? ഞാൻ ബാബു. ഞാൻ ചിരിക്കത്തില്ല, കണ്ടോ? എനിക്ക് എന്ത് തമാശ വന്നാലും ചിരി വരത്തില്ല. ചെറിയ കാര്യത്തിൽ അവനും ഞാനും അതാണ് ഞങ്ങൾ തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഏതാണ്ട് ഒരു സംഭവം പറയല്ലോ. നോർത്ത് പോൾ സൗത്ത് പോൾ അങ്ങനെ ഏതാണ്ടൊക്കെയാ. ഒരു പൊട്ടറ്റോ. ഓ ഇനി വേറെ സിബ്ലിങ്സ് വല്ലതും ഉണ്ടോ? ഇല്ലില്ല, ഞാനും അവനും മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. വീട്ടില് നല്ല സീരിയസ് ആണല്ലേ? ഞാൻ അവൻ ഉറങ്ങുമ്പോ ഞാൻ ഉണരും, ഞാൻ ഉണരുമ്പോ അവൻ ഉറങ്ങും. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഞങ്ങൾ തമ്മിൽ ചേരത്തില്ല, ഞങ്ങൾ തമ്മിൽ അടിയാണ്. അത് അവന്റെ ആ പുതപ്പും ആ പല്ലും എല്ലാം കൂടെ കാണുമ്പോൾ എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ എന്നെ അങ്ങോട്ട് അംഗീകരിച്ചാലല്ലേ എനിക്ക് അവനെ അംഗീകരിക്കാൻ പറ്റും. ചേട്ടൻ പൊട്ടിട്ട് പാവമാണ്. ഞാൻ പാവന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. അത് അവനോട് കൂടെ പറഞ്ഞു കേട്ടോ. എനിക്കത് 10 പേരെ കൊണ്ട് കൂടെ പറയിച്ചാലേ നടക്കത്തില്ല. കാരണം അവൻ എന്നെ വലിയത് ഇങ്ങോട്ട് വിളിച്ചിരുത്തും, എന്നിട്ട് അവൻ എല്ലാരും എന്നെ കൊച്ചാക്കും. എൻ്റെ മുഖത്ത് നോക്കി പറയും നിങ്ങളെ വേണ്ട, അവനെ മതി എന്ന് പറയും. അത് മോശമല്ലേ? നമ്മളെ വിളിച്ച് വരുത്തിയിട്ട്. ശരി, ഞാൻ പിക്കപ്പ് ലൈനൊക്കെ പറയണോ? പിക്കപ്പ് ലൈനൊക്കെ പറയണോ? മഴയത്ത് വരും മാക്കാച്ചി, ഇരുട്ടത്ത് വരും കോക്കാച്ചി, നീയാണ് എൻ്റെ വാവാച്ചി. ഇനിയുണ്ടോ പറട്ടെ? കുളിക്കാൻ ലക്സ്, തലേ തേക്കാൻ വിക്സ്, തരട്ടെ ഞാനൊരു കിസ്. നാണം വന്നു. വേറൊരെണ്ണം കൂടെ ഉണ്ട്. നീ വൈഫൈ ആണോ? ഫ്രീ വൈഫൈ ആണോ? അല്ല, എന്താന്നറിയില്ല, ഞാൻ ഓട്ടോമാറ്റിക്കായി കണക്ട് ആയി. നീ
God. എനിക്ക് വേല ചാത്തൻ പൊട്ടിട്ട് ബ്രദർ പൊട്ടിട്ട് കൊള്ളാം. ഞാൻ എന്നെ ആരും അറിയുന്നില്ല, അതല്ലേ പ്രശ്നം. എന്നിലെ കഴിവുകൾ ആരും അറിയുന്നില്ല. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. നീ ഡോറ ബുജിയുടെ ബാക്ക് പാക്ക് ആണോ? ഡോറ ബുജി അറിയോ? ഡോറ ബുജിയുടെ ബാക്ക് പാക്ക് ആണോ? അല്ലേ? കാരണം ഞാൻ തേടുന്നതെല്ലാം നിന്നിലുണ്ട്. എന്നിലെ കഴിവുകൾ ആരും അറിയുന്നില്ല. കണ്ടോ ചേട്ടൻ പൊട്ടിട്ടാണെങ്കിൽ ഇപ്പൊ ചിരിച്ചു, ചെറുതായിട്ടാണെങ്കിലും. ഇല്ല, ഞാൻ അങ്ങനെ ചിരിക്കാറില്ല. ചിരിച്ചു ചിരിച്ചു ചിരിച്ചു. ഞാൻ കണ്ടു. ഉള്ളിന്ന് വരുന്നില്ല. നിങ്ങൾ കണ്ടത് വെറും മന്ദഹാസമാണ്. വെറും മന്ദഹാസമാണെങ്കിലും വന്നില്ലേ? എന്നാലേ എന്നെ എന്നും കാണുമ്പോ പുഞ്ചിരിക്കാണ്. കാരണം എന്താണെന്നറിയോ? നീയാണ് എന്നിലെ വെളിച്ചം. വല്ലതൊക്കെ നടക്കൂ. അവിടെ ചാറ്റിലുള്ളവരെന്താ പറയണേ? ആരൊന്നും പറയുന്നില്ല. ഞാൻ വന്നാലേ, ഞാൻ പറഞ്ഞില്ലേ, എന്നെ കണ്ട അവരാരും നോ വേ ഈ ഭാഗത്തോട്ട്. ചാത്തന്റെ കുഴപ്പമോ? ചാത്തം വേണ്ട, ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും. ഓരോ ഇത്രയും പിക്കപ്പിലേയും പറഞ്ഞിട്ട് ഒരു സ്മൈലി ആയിട്ട് ഒന്നുമില്ല. അടിപൊളിയാകുന്നില്ല. ഇങ്ങനെ എത്ര പേരുണ്ട്? ആകെ ഇപ്പം 13 പേരേ ഉള്ളൂ. ആ 13 പേരിൽ ഒരു 2 പേർക്കെങ്കിലും ഒരു സ്മൈലി അയക്കാലോ. ഒരു സ്മൈലി, ഞാൻ ഒരു സ്മൈലി മാത്രമേ ഞാൻ കേണ്ട് താണ് വീണൊക്കെയാണ് അപേക്ഷിക്കുന്നത്. ചാത്തനായി ഇപ്പം പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കൂടെ ചിരിച്ച് മറിച്ച് ബഹളവും വെച്ച് പറഞ്ഞപ്പോ ഒരാളങ്ങ് പോയി. ഇപ്പൊ 12 പേരേ ഉള്ളൂ. ഇതാണ് പ്രശ്നം. പിക്കപ്പ് ലൈനൊക്കെ ഇഷ്ടമായില്ലേ? അല്ലേ? ഇഷ്ടപ്പെട്ടു. ഞാൻ അവനെ വിളിച്ചേക്കാം കേട്ടോ. എനിക്ക് വിഷമായതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടന്? ചേട്ടനാണെങ്കിൽ കൊള്ളാലോ, അടിപൊളിയാണല്ലോ. ചേട്ടനാണെങ്കിൽ പിക്കപ്പ് ലൈൻ ഒക്കെ പറഞ്ഞിട്ട് ആരും ഒരു സ്മൈലി പോലും ഇട്ടില്ലെന്ന് പറഞ്ഞു. കണ്ടാ അടിപൊളി. എന്താ ഇവിടെ 20 പേര് ഇരുന്നിട്ടാന്നോ ഇത്ര നേരം ഒന്നും പറയാനേ? അത് ഞാനും ചോദിക്കുന്നേ. 20 പേര് ഇരിപ്പോ ആരും ഒരു സ്മൈലി പോലും ഇട്ടില്ല. ദുഷ്ടന്മാരെ മോശമായിപ്പോയി. അവനെന്നെ എന്തോ തോന്നി കാണുമല്ലേ? ഞാൻ അതുകൊണ്ട് അവനെ ഇങ്ങനെ വിളിക്കാത്ത. എനിക്കൊരു വിഷമം കൂട്ട. അവൻ വന്നാൽ ആരും അവനോട് മിണ്ടത്തില്ല. ഭയങ്കര എന്താ വേണ്ടാത്ത എല്ലാരോടും പറയാൻ. പിന്നെ അവരെന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെ പറയാനോ വിശേഷങ്ങൾ. എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? എന്താ പറഞ്ഞേ? നല്ല ചാട്ടം പൊട്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനും അവനും തമ്മിൽ ചേർത്തില്ല. അതും പറഞ്ഞു. അത് കുഴപ്പമില്ല, നിങ്ങൾ തമ്മിൽ ശരിയായിക്കോളൂ. എവിടെ പോവാൻ? എനിക്ക് ആക്കി എടുക്കണം. പാവാ, അവനെ ഒന്ന് നമ്മുടെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരണം. കഴിവൊക്കെ ഉണ്ടെന്നെ, പക്ഷെ അവന്റെ ആ പരങ്ങ സ്വഭാവം കാഞ്ഞ ആരും അടിക്കാറ്റെ. ചിരിപ്പിച്ച് നോക്കാണ്. ഞാൻ എന്നെ എന്റെ റീലൊക്കെ അവനെ കാണിക്കും, പക്ഷെ ചിരിക്കത്തില്ല. നമുക്ക് ചിരിപ്പിക്കാം അടുത്ത തവണ. നമുക്കൊരു ദിവസം ചിരിപ്പിക്കണം. എന്റെ കത്തില് 1 വയസ്സിന് മൂപ്പുള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, രാപ്പിളിപ്പൊട്ടിക്ക് എത്ര വയസ്സുണ്ട്? ചാത്തൻ പൊട്ടിക്ക് എത്ര വയസ്സുണ്ട്? 2 വയസ്സ്. അപ്പൊ 3 വയസ്സ്. എന്നെ ഒരു പാന്തിലോറിന്ന് കിട്ടി, അവനെ വേറെ എങ്ങോട്ട് കിട്ടിയത്. അതുകൊണ്ട് അതിന്റെ വ്യത്യാസമുണ്ട്. എന്നാ അല്ല, ചേട്ടൻ പൊട്ടയുടെ നെക്സ്റ്റ് ടൈം പറയാം. നമുക്ക് പറഞ്ഞു കൊടുക്കണം.